പ്രേമം വിച്ച് മീൻസ് ലവ്, അതായത് പ്രേമം എന്ന് പറഞ്ഞാൽ ലവ്, ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ മലയാളം റൊമാൻറ്റിക് ഡ്രാമാസ് ഓഫ് ആൾ ടൈം. എക്കാലത്തെയും മികച്ച റൊമാൻറ്റിക് മലയാളം സിനിമകളിൽപ്പെട്ട ഒരു സിനിമയാണ് പ്രേമം എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് ബൈ അൽഫോൺസ് പുത്രൻ സാറാണ് സംവിധാനം ചെയ്തത്. ദ ഫിലിം ബ്യൂട്ടിഫുള്ളി പോർട്രേറ്റ്സ്, വളരെ മനോഹരമായിട്ട് ആ സിനിമ വരച്ചു കാണിക്കുന്നു. ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങൾ, സ്റ്റേജുകൾ. ഇൻ ദ ലൈഫ് ഓഫ് ജോർജ് ഡേവിഡിൻ്റെ ജീവിതത്തിൽ, അതായത് നിവിൻ പോളി. ഫ്രം ടീനേജ് ക്രഷ് ടു അഡൾട്ട് മെച്യൂരിറ്റി, ടീനേജിലുള്ള ആ ഒരു ക്രഷ് മുതൽ മുതിർന്നപ്പോൾ ഉള്ള ആ ഒരു മെച്യൂരിറ്റി വരെയുള്ള എല്ലാ പ്രണയങ്ങളും തേപ്പും ക്രഷും എല്ലാം കൂടി കാണിക്കുന്നു. ദ സ്റ്റോറി അൺഫോൾഡ്സ് ഇൻ 3 phases, ഈ കഥ 3 ഫേസിലായിട്ടായി തുറന്നു കാട്ടപ്പെടുന്നു. ഒന്നാമത് ടീനേജ് ലവാണ്, കൗമാരപ്രായത്തിലുള്ള. ജോർജ് ഫാൾസ് ഫോർ മേരി, അതായത് അനുപമ പരമേശ്വരൻ. മേരീനെ ജോർജിന് ഇഷ്ടപ്പെടുന്നു. ഹിസ് ഹൈസ്കൂൾ ക്രഷ്, ഹൈസ്കൂളിലുള്ള ഒരു ക്രഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ളൊരു അട്രാക്ഷൻ. ദ ഇന്നസെൻറ്റ് ലവ് എൻഡ്സ് ഇൻ ഹേർട്ട് ബ്രേക്ക്. പക്ഷേ വളരെ നിഷ്കളങ്കമായ സ്നേഹമൊക്കെ ആണെങ്കിലും അത് ബ്രേക്കപ്പിൽ അവസാനിക്കുന്നു, ഹേർട്ട് ബ്രേക്കിൽ അവസാനിപ്പിക്കുന്നു. ഈ സിനിമ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, കഥ അറിയില്ല. 2 കോളേജ് റൊമാൻസ്, കോളേജിലുള്ളത്. ലേറ്റർ, ഹൈസ്കൂളിന് ശേഷം ഹി മീറ്റ്സ് മലറിനെ കണ്ടുമുട്ടുന്നു, സായ് പല്ലവി. ചാമിങ് കോളേജ് ലെക്ചറർ ഹൂ വിൻസ് ഹിസ് ഹേർട്ട്, ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കോളേജ് ലെക്ചറർ ഈ പറഞ്ഞ നിവിൻ പോളിൻ്റെ ഹൃദയം കീഴടക്കുന്നു. ദെയർ ലവ് സ്റ്റോറി ഈസ് പ്യുവർ, അവർ തമ്മിലുള്ള സ്നേഹം വളരെ സംശുദ്ധമാണ്, പ്യുവറാണ്. ആൻഡ് സോൾഫുൾ, വളരെ ആത്മബന്ധവും ഉള്ളതാണ്. ബട്ട് എൻഡ്സ് ഇൻ ട്രാജിക്കലി, അത് എന്താവുന്നു, അവസാനിക്കുന്നത് വളരെ ദുരന്തപൂർണ്ണമായിട്ടാണ്. മൂന്നാമതൊരു ഫേസ് മച്വർ ലവാണ്, അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഇയേഴ്സ് ലേറ്റർ, വർഷങ്ങൾക്ക് ശേഷം ജോർജ് ബിക്കംസ് എ സക്സസ്ഫുൾ കഫേ ഓണർ ആൻഡ് മീറ്റ്സ് സെലൈൻ മഡോണ സെബാസ്റ്റ്യൻ. ജോർജ് നല്ലൊരു കഫേറ്റീരിയൻ്റെ ഒക്കെ മുതലാളിയാവുന്നു, അല്ല ഒരു കഫേൻ്റെ ഓണർ ആവുന്നു. അങ്ങനെ ഈ സെലൈനെ കണ്ടുമുട്ടുന്നു, ഹിസ് ഓൾഡർ ഫ്രണ്ട്, ജോർജിൻ്റെ പഴയ കൂട്ടുകാരി. ലീഡിങ് ടു എ മോർ മച്വർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലവ്, അവിടെ കുറച്ചും കൂടി ഒരു മച്വറായിട്ടുള്ള പക്വമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുന്നു. ദ ഫിലിം ക്യാപ്ചേഴ്സ് ദ എസെൻസ് ഓഫ് യൂത്ത്സ് ഫ്രണ്ട്ഷിപ്പ്, ഈ സിനിമ ആവിഷ്കരിക്കുന്നു യുവാക്കളുടെ ആ ഒരു സുഹൃത്ബന്ധം. ഹേർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്കപ്പുകൾ, തകർന്നു പോകലുകൾ. നൊസ്റ്റാൾജിയ, ഓർമ്മകൾ, ഗൃഹാതുരത്വം. എമോഷണൽ ഗ്രോത്ത്, അതുകൊണ്ട് വൈകാരികമായിട്ടുള്ള വികസനം, വളർച്ച, മച്യൂരിറ്റി, ഇതൊക്കെ ഈ സിനിമ ആവിഷ്കരിക്കുന്നു. ദ മ്യൂസിക് ബൈ രാജേഷ് മുരുകേശൻ, മ്യൂസിക് കൊടുത്തത് രാജേഷ് മുരുകേശനാണ്. ദ നാച്ചുറൽ പെർഫോമൻസസ്, സ്വാഭാവികമായിട്ടുള്ള അഭിനയം. ആൻഡ് ദ ബ്യൂട്ടിഫുൾ സിനിമാറ്റോഗ്രാഫി മേക്ക് പ്രേമം എ മാജിക്കൽ എക്സ്പീരിയൻസ്, അതിൻ്റെ ആ നാച്ചുറൽ തനിമയാർന്ന അഭിനയവും മനോഹരമായ അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയൊക്കെ ആ സിനിമയെ ഒരു വല്ലാത്ത ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നു. നിവിൻ പോളി ഗിവ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസസ്, നിവിൻ പോളി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സായ് പല്ലവീസ് റോൾ ആസ് എ മലർ ബിക്കം ഐക്കണിക്, ഒരു മലറായിട്ടുള്ള സായ് പല്ലവിൻ്റെ ആ ഒരു റോള് വളരെ എന്താ പറയുക, പോപ്പുലറാണ്. ദ ഫിലിംസ് റിയലിസ്റ്റിക് ഡയലോഗ്സ്, സിനിമയിലുള്ള ഡയലോഗുകളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക്കാണ്. സിനിമയിലുള്ള റിയലിസ്റ്റിക് ഡയലോഗ്സ്, ഹ്യൂമർ, അതിലുള്ള കോമഡി ആൻഡ് ഇമോഷണൽ ഡെപ്ത്, വൈകാരികമായിട്ടുള്ള ആ ഒരു ആഴി. മേഡ് ഇറ്റ് എ കൾച്ചറൽ ഫിനോമിനൻ എമംഗ് യൂത്ത്, അതായത് യുവാക്കൾക്കിടയിലൊക്കെ തന്നെ ഒരു കൾച്ചറൽ ഫിനോമിനനായിട്ട് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രതിഭാസമായിട്ടൊക്കെ എന്താക്കിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് അറിയാത്ത വേർഡോ സ്ട്രക്ചറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ.